ഹായ് ഓൾ, നമസ്കാരം. ഞാൻ ഡോക്ടർ ഷാഹിദ് ഷമീം. ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ആ സന്തോഷവും അതിനെ സംബന്ധിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നറിയാലോ, നീറ്റ് UG റിസൾട്ട് മൊത്തം ഇന്ത്യ ഒട്ടുക്കെ 23 ലക്ഷം കുട്ടികളെ എഴുതിയിട്ട് അതിന്റെ റിസൾട്ട് വന്ന ഒരു ദിവസത്താണ് നമ്മൾ ഇരിക്കണേ. അപ്പൊ ആ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ഡോക്ടറും കൂടി ഉണ്ടാവുന്നതിന്റെ പ്രതീക്ഷകളാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഫഹീമാണ്. എൻ്റെ ബ്രദർ ഇൻ ലോ ആണ്, എൻ്റെ കുഞ്ഞനുജനാണ്. ഇന്ന് വന്ന റിസൾട്ടിലെ ഓൾ ഇന്ത്യ റാങ്ക് 886 ഫഹീമനാണ്. ഫഹീം, വെൽക്കം. എന്ത് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു റാങ്ക് കിട്ടി? നമ്മള് വിചാരിക്കുന്ന പോലെ ഒരു നല്ല റാങ്ക്, അല്ലെങ്കിൽ വിചാരിച്ചതിൽ കൂടുതൽ നല്ല റാങ്ക് കിട്ടിയിരിക്കുകയാണ്. എന്താണ് ഫഹീമിന്റെ ഒരു തോന്നലുകള്? സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷം തന്നെയാണ്. ഈ ഒരു റാങ്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും കിട്ടിയപ്പം ഉള്ളൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്ത് പരിശ്രമത്തിന്റെ വിജയമായതുകൊണ്ടായിരിക്കാം അങ്ങനെ അധികം സന്തോഷം തന്നെയാണ്. ഡെഫിനറ്റ്ലി നമുക്കൊരു ഏതൊരു കുട്ടിയും എൻട്രൻസിന് പഠിക്കുമ്പോൾ ആകെയുള്ള നമ്മുടെ പൂതി ആ ഒരൊറ്റ സീറ്റ് നമുക്ക് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. നമുക്കൊരൊറ്റ സീറ്റേ വേണ്ടൂ, അതിൽ കൂടുതലൊന്നും വേണ്ട. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. ആ ദിനരാത്രങ്ങൾ മുഴുവൻ ഉറങ്ങാതെയും അല്ലെങ്കിൽ അത്രയും സ്ട്രെസ് എടുത്ത് ബാക്കിയുള്ള ഒരു പരിപാടികൾക്കും പങ്കെടുക്കാതെ, എനിക്കറിയാം കഴിഞ്ഞൊരു വർഷം 1-2 വർഷമായിട്ട് തന്നെ ഫാമിലിയിലെ പല ഫംഗ്ഷനും ഫഹീം പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അങ്ങനെ ഉള്ള ഒരു ഇതിന്റെ അവസാനം നല്ലൊരു റിസൾട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫഹീമിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ഒറ്റവാക്കിൽ പറഞ്ഞാല് 13,86,000 റാങ്കും കണ്ട ആളാണ്. അതിനുശേഷം 56,000 റാങ്ക് കണ്ട ആളാണ്. അതിനുശേഷം ഇപ്പൊ എത്തി നിൽക്കുന്നത് ഒരു 886 എന്നുള്ള ഒരു നമ്പറിലാണ് റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക്. ആ റാങ്ക് എന്ന് പറയുമ്പോൾ കേരള ഒരു വിത്തിൻ 30 വരേണ്ടതാണല്ലേ? ഓക്കെ. നമ്മളെ സെന്ററിലൊക്കെ നോക്കുമ്പോൾ 30 ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേരള റാങ്ക്. ഓക്കെ. എനിക്ക് ഇതില് ഏറ്റവും നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് ഫഹീം വന്ന വഴിയാണ് അറിയേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അറിയാം, എന്നാലും നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അത് പറഞ്ഞു കൊടുക്കാം. വെച്ചാല് എങ്ങനെയായിരുന്നു സ്കൂളിങ് കഴിഞ്ഞ് ഒരു ഏത് സമയം മുതലാണ്? ചെറുപ്പത്തിലൊന്നും ഒട്ടും പഠിക്കാറില്ല എന്നുള്ളതാണ് മൂപ്പരെ കുറിച്ച് സാധാരണ ഫാമിലിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത്. ഒരു പഠിക്കണം എന്നുള്ള പ്രത്യേകിച്ച് ബോധമൊന്നും ഇല്ലാതെ നടന്നിരുന്ന ഒരാളായിട്ടാണ്. പറഞ്ഞു ഫഹീമിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞോ. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 7ാം ക്ലാസ് വരെ തീരെ പഠിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 8 എത്തിയപ്പോഴാണ് ഒരു ആവറേജ് സ്റ്റുഡന്റ് ആവുന്നത്. അങ്ങനെ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല. അതിന്റെ ഒരു പഠിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ 8 മുതൽ പഠിക്കാൻ തുടങ്ങി. പിന്നെ +1+2 ആയപ്പോ 10 ഫുൾ A+ കിട്ടിയതിന്റെ സന്തോഷത്തിൽ +1+2 ഉഴപ്പി ഏകദേശം. പിന്നെയാണ് മനസ്സിലായത് നീറ്റിന് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ പിന്നെയാണ് തോന്നലുണ്ടായിരുന്നു. +2 കഴിഞ്ഞ് 87% ആയിരുന്നു +2 മാർക്ക് വന്നത്. അതിനിടയ്ക്ക് എന്തോ 8ാം ക്ലാസ്സിൽ കാണോ സ്കൂൾ മാറാൻ നോക്കിയിട്ട് ഒരു അഡ്മിഷൻ കിട്ടാത്ത വിഷയം ഉണ്ടായത്? അതെന്തോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉപ്പ പറഞ്ഞ പ്രകാരം ഒരു ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റില് ഒട്ടും സ്കോറോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെയാണ് അല്ലെ? ആ ഒരു ചെറിയ സ്കോർ മതിയായിരുന്നു, പക്ഷെ അന്നെന്തോ കിട്ടിയില്ല. അതുകൊണ്ട് ആ ഒരു വാശിക്കാണ് ശരിക്കും സ്റ്റഡിങ് എന്നുള്ള സംഭവത്തേക്ക് എത്തിയത്. അങ്ങനെ 10th എത്തിയപ്പോ ഏകദേശം എത്ര സ്കോറിലാണ്? മാർക്കൊക്കെ എത്ര പെർസെന്റേജ്? അല്ലെങ്കിൽ 10th ഫുൾ A+ ഉണ്ടായിരുന്നു, പക്ഷെ ഫോക്കസ് ഏരിയ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഫുൾ A+ കിട്ടിയ ലെവലായിരുന്നു. പിന്നെ +1+2 എത്തിയപ്പോ ഫോക്കസ് ഏരിയ പോയതും ആ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടം കഴിഞ്ഞതിന്റെ ഒക്കെ ഒരു ഇതും ഉണ്ടായിരുന്നു. പഠിത്തൊന്നും അത്യാവശ്യം +1+2 സമയത്ത് കോച്ചിങ്ങിന് പോവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടില്ല. +1+2 അപ്പം സാധാരണ പോലെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ യൂഷ്വലി ഇങ്ങനെ പോയി വന്നു അല്ലെ? സാധാ സ്കൂളിൽ പോകുന്ന പോലെ പോയി. അങ്ങനെ +1+2ന്റെ കൂട്ടത്തില് അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയി. +2 എത്ര മാർക്ക് ഉണ്ടായിരുന്നു? +2 87% ആയിരുന്നു. കേരള സിലബസ് തന്നെയല്ലേ? കേരള സിലബസിൽ 87% ഉണ്ടായി. ആ 87% കഴിഞ്ഞ് മാർക്ക് കിട്ടി നിൽക്കുന്ന അവസ്ഥയിൽ എന്തൊക്കെ ഓപ്ഷൻസാ മുമ്പിൽ ഉണ്ടായിരുന്നത്? സത്യം പറഞ്ഞാൽ ഒറ്റ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, ഡിഗ്രി എന്നുള്ളൊരു സംഭവമായിരുന്നു. ഓക്കെ. പിന്നെ എല്ലാരും
പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഡിഗ്രിക്ക് അഡ്മിഷൻ കൊടുത്തു. കാര്യമായിട്ട് നല്ല സ്ഥലത്തൊന്നും വിചാരിച്ച സ്ഥലത്ത് കിട്ടിയില്ല. അതെ 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 അങ്ങനെ അത് പറയേണ്ട ഒരു വിഷയമാണ്. കാരണം അവന്റെ മാർക്കുകൾ വെച്ചിട്ട്, ഫൈമിന്റെ മാർക്കുകൾ വെച്ചിട്ട് ഉദ്ദേശിച്ച BSc ഏതൊക്കെ നോക്കിയ ഫിസിക്സും മാത്സും ആണ് അല്ലെ? കെമിസ്ട്രിയും സയൻസ് എല്ലാം BScകൾ നോക്കിയിരുന്നു, പക്ഷെ ഒന്നും ശരിയായി വന്നില്ല. ഓക്കെ, അങ്ങനെ ഇരുന്നിട്ടാണ് പിന്നെ റിപ്പീറ്റിങ്ങിനെ കുറിച്ച് ആലോചിച്ചത് അല്ലെ? എല്ലാ ഫ്രണ്ട്സും ഇങ്ങനെ പോകാനുണ്ട്, കൂടെയുള്ള എല്ലാ ഫ്രണ്ട്സും ഇങ്ങനെ പോകുന്ന കണ്ടപ്പോ നമുക്കും പൂതിയായി. ഓക്കെ, അങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോ ഫസ്റ്റ് എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ആരും മാർക്ക് വെച്ച് കിട്ടില്ല എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ലാസ്റ്റ് സമ്മതിച്ചു, നമ്മളെ ഒരു വാശിക്ക് സമ്മതിച്ചു. പിന്നെ ഇവിടെ മഞ്ചേരിയാ പോയിരുന്നു, മഞ്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ സംഭവം കുറച്ച് ലേറ്റ് ആയിട്ട്, നമ്മള് ലേറ്റ് ബാച്ചായി. ഓക്കെ, അപ്പോ അതിന്റെ കൂടെ കുറെ റീഡ് റിപ്പീറ്റേഴ്സ് ഉണ്ട് നമ്മളെ ക്ലാസ്സിൽ തന്നെ. റൈറ്റ്. അപ്പൊ അത് ഭയങ്കര ഉപകാരപ്പെട്ടിരുന്നു. അപ്പൊ അവരുടെ കൂടെ എക്സാമും കാര്യങ്ങളെല്ലാം എക്സാം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഓക്കെ, ഫൈൻ ഫൈൻ. പിന്നെ കൂടെ ക്ലാസ്സിലുണ്ടാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ശരി ശരി റിപ്പീറ്റേഴ്സ്. പിന്നെ യാത്ര 2 മണിക്കൂറോളം ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി 2 മണിക്കൂറോളം ഡെയിലി യാത്രയിലായിട്ട് പോകും. ഓക്കെ, അതൊരു വലിയൊരു അതാണ് ഈ കേൾക്കുന്നവർക്ക്, നമ്മൾ ഈ എൻട്രൻസിന് പഠിക്കുമ്പം കഴിവതും ഒരേ സ്ഥലത്ത് നിന്ന്, ഹോസ്റ്റലിൽ നിന്ന് അതിന്റെ പൂർണ്ണതയിൽ നമ്മുടെ എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് എൻട്രൻസ് ക്ലിയർ ചെയ്യാറ്. അല്ലാത്ത കഥകൾ വളരെ കുറവാണ്. അങ്ങനെ ഡേ സ്കോളറായി പഠിച്ചിട്ട് അങ്ങനെ. പക്ഷെ ഫഹീം എന്തോ അവിടെ നിൽക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അങ്ങനെ പോയിട്ട് വരികയായിരുന്നു. 2 മണിക്കൂറോളം ബസ് യാത്ര എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഓക്കെ, അന്നൊക്കെ പഠിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ ആ ഒരു റിപ്പീറ്റിംഗ് കാലഘട്ടത്തിൽ? പഠിക്കാൻ പറ്റുമായിരുന്നു വെച്ചാൽ ആ ഒരു ഇതുണ്ടായിരുന്നു, ഫയർ ഉള്ളുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ പഠിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിനി. ഓക്കെ ഓക്കെ. ടു ബി ഫ്രാങ്ക്, ആ സമയത്തും നമുക്ക് ഇപ്പൊ ഫഹീം അത്രയും ഒരു നല്ല ഒരു ലെവലിലേക്ക് പഠിച്ചെത്തും എന്നുള്ള പ്രതീക്ഷ എനിക്ക് തോന്നുന്നത് ഒരുപാട് വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ്. കാര്യം ആരും ഇപ്പം നമ്മളെ സൈഡിൽ നിന്ന് പോലും അങ്ങനെ എന്തായാലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം എന്നുള്ള കാര്യങ്ങളോ ഒന്നും, അല്ലെങ്കിൽ വേറൊരു സെന്ററിലേക്ക് പോകണമെന്നോ, വീടിനടുത്തുള്ള സെന്റർ ആയതുകൊണ്ട് മഞ്ചേരി ഡെഫിനറ്റ്ലി അങ്ങനെ പോയി എന്നുള്ളതാണ്. സെന്റർ മോശമൊന്നും ഉണ്ടായിരുന്നില്ല, അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ആ ഒരു വർഷം കഴിഞ്ഞിട്ട്, ആ ഒരു വർഷത്തിന്റെ അവസാനം നീറ്റ് എഴുതുന്നു. അതിന്റെ റിസൾട്ട് എങ്ങനെയാ വന്നിരുന്നത്? 625 മാർക്കായിരുന്നു. അന്ന് പക്ഷെ കഴിഞ്ഞ വർഷം എക്സാം വളരെ ഈസി ആയിരുന്നു. അങ്ങനെ 625. പക്ഷെ എത്രയൊന്നും റാങ്ക് എത്ര വന്ന? റാങ്ക് 56,000. 56,000. അങ്ങനെ ആ ഒരു 56,000 റാങ്ക് വന്നു അല്ലെ? മാർക്ക് എത്രയും? 625. എന്നിട്ട് അതിനുശേഷം ഒബ്വിയസ്ലി വേറെ എവിടെയും കിട്ടുന്നുണ്ടാവില്ല, സ്വാഭാവികം. അതിനുശേഷം റിപ്പീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ എങ്ങനെ വന്നത്? അല്ലെങ്കിൽ തിരിയാതെ റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്ന് സൈഡ് ആവാം എന്നുള്ള, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി നോക്കാം എന്നുള്ളൊരു തോട്ടാണ് സാധാരണ കുട്ടികൾക്ക് വരിക. ഈ റിപ്പീറ്റ് എന്നുള്ള ആശയം എങ്ങനെയാ വന്നത്? ശരിക്കും റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലൊരു ആഗ്രഹം വന്നു. കാരണം കൂടെയുള്ള പഠിക്കുന്ന കുട്ടികളൊക്കെ ഡോക്ടർമാരാവണം എന്നുള്ളൊരു മൈൻഡിലാണല്ലോ. അപ്പോ ആ ഒരു മൈൻഡ് ശരിക്കും നമുക്കും വരാൻ തുടങ്ങി കൂടെ. അങ്ങനെയാണ് ശരിക്കും ഡോക്ടർ ഇല്ലാത്ത വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു തരത്തിലേക്ക് എത്തിയത്. പക്ഷെ കിട്ടിയിട്ടില്ലെങ്കിൽ, റിപ്പീറ്റ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ വേറെ സെക്കൻഡ് ആയിട്ട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ബാക്കപ്പ് പ്ലാൻസ് ഉണ്ടായിരുന്നു. NIT ജെയ്ക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതും കൂടെ ഒരു എഞ്ചിനീയറിംഗിന്റെ ഒരു സാധനം കൂടെ ബാക്കിൽ വെച്ചു. ഓക്കെ. ഈ ഇപ്പം എന്താ പറയാ, റാങ്ക് കിട്ടി, നമ്മള് ഒരുപക്ഷെ ഇത്രയും റാങ്ക് അല്ലെങ്കിൽ ഇത്രയും മാർക്ക് സ്കോർ ചെയ്തത് കൊണ്ടായിരിക്കണം റിപ്പീറ്റ് നോക്കാം എന്നുള്ളൊരു ധൈര്യം വന്നത് അല്ലേ? കാരണം അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു 1 lakh എബോ ഒക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ഒരു അടുപ്പിന്റെ സാധനം സംഭവം ഒരു 50 നല്ലൊരു സ്വീറ്റ് സ്പോട്ടിൽ കിട്ടുന്ന റാങ്ക് അല്ല, എന്നിരുന്നാലും നമുക്ക് ശ്രമിച്ചാല് ഒന്നും കൂടെ പിടിച്ചാൽ പോരും എന്നുള്ളൊരു തോന്നല് ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു 102 625 എത്തി. 102 ഫസ്റ്റ് സ്കോർ, 102 ആയിരുന്നു. അപ്പൊ അതിന് 625 എത്തുമ്പോ നമുക്ക് ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട്, എന്നാലും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ആ പ്രാവശ്യം കിട്ടാഞ്ഞത്. നമ്മൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു 625. കാരണം അതിന്റെ മുന്നത്തെ കൊല്ലം 610 വരെ കട്ട് ഓഫ് വന്നതാണ്. നമ്മൾ ഉറപ്പിച്ചിനി ഏകദേശം കിട്ടും എന്നുള്ള. പക്ഷെ അവിടുത്തെ റാങ്കും അത്യാവശ്യം ഉണ്ടായിരുന്നു. സയൻസ് എടുത്ത ഏകദേശം ആ ഒരു റേഞ്ചിലുണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നെ എന്നാ റിപ്പീറ്റ് ചെയ്യാന്നുള്ള ഒരു സാധനം വന്ന് റിപ്പീറ്റിലോട്ട് പോയി. നമ്മള് എനിക്ക് തോന്നുന്നു ബ്രില്യൻ പാലയിൽ നമ്മൾ അന്വേഷിച്ചത്. ആ സമയത്ത് അവിടെ
മാർക്ക് ഈ ഒരു റാങ്ക് വന്നപ്പോ, ഈ ഒരു റാങ്ക് അല്ലെങ്കിൽ ഈ ഒരു സ്കോർ കണ്ടപ്പോ അവര് സ്ട്രേറ്റ് അവേ നമുക്ക് അല്ലെ ഫുൾ സ്കോളർഷിപ്പ് ഇൻക്ലൂഡിങ് കംപ്ലീറ്റ് ഫുഡും കാര്യങ്ങളും എല്ലാം ഉള്ള കംപ്ലീറ്റ് സ്കോളർഷിപ്പ് കിട്ടി. ആ ഒരു വർഷം ഉണ്ടല്ലോ, പാലാ ബ്രില്യനിലുള്ള ആ ഒരു വർഷത്തിന്റെ ഒരു കഥ എങ്ങനെയായിരുന്നു? എങ്ങനെ അവിടെ എത്തി? എനിക്ക് തോന്നുന്നു അവിടുത്തെ ടോപ്പ് ബാച്ച് തന്നെ കയറാൻ പറ്റിയിരുന്നു അല്ലെ? അത്യാവശ്യം ബെസ്റ്റ് ആയിട്ടുള്ള 2 ബാച്ചുകളിൽ ഒരു ബാച്ചായിരുന്നു. ഓക്കെ ഓക്കെ. അവിടെ പോയപ്പോ ഫസ്റ്റ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മള് 2-3 മാസം റെസ്റ്റ് എടുത്ത് അങ്ങനൊക്കെ പോകുന്നതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണം, റീസ്റ്റാർട്ട്, ആ ഒരു സംഭവമാണ്. അത് ഫസ്റ്റ് ഒക്കെ 2-3 മാസം ഭയങ്കര പണിയായിരുന്നു. നമ്മൾ ആ ട്രാക്ക് കയറാനും രണ്ടാമത് ആ ട്രാക്കിലേക്ക് കയറാന് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിന് എല്ലാരും ഹോസ്റ്റലിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ അതിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവും. പിന്നെ ആ സ്വിങ്ങിലോട്ട് കയറിക്കൂടി. പിന്നെ ആ സ്വിങ്ങിലേക്ക് ഈ എക്സാമുകൾ തുടക്കം മുതൽ എക്സാം ഒക്കെ അവിടെ കണ്ടക്ട് ചെയ്യുന്നവര് വീക്ക്ലി എക്സാം ആണ് അവിടെ ഉണ്ടാവുക. ഓരോരോ 3 ചാപ്റ്റർ ഈച്ചായിട്ട് വീക്ക്ലി എക്സാംസ് ഉണ്ടാവും. തിങ്കൾ ബുധൻ വ്യാഴം അങ്ങനെയൊക്കെയാണ് ഇതുണ്ടാവുക. തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെയൊക്കെ എക്സാം ഉണ്ടാവും. ഓരോരോ A+ എക്സാം സെപ്പറേറ്റ് ആയിട്ട്. വീക്ക്ലി എക്സാംസ് തുടക്കം മുതൽ കണ്ടക്ട് ചെയ്ത് പോരുന്നവര് ഒരു ഫസ്റ്റ് വീക്ക് ഇല്ലെന്ന് തോന്നുന്നുണ്ട്. സെക്കൻഡ് 3rd വീക്ക് മുതൽ എല്ലാ ആഴ്ചയും എക്സാംസ് ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ ആ ഒരു പറഞ്ഞ സ്വിങ്ങിൽ എത്തുന്ന 2 മാസം കഴിഞ്ഞപ്പോ അതെല്ലാം ഒരു പാകത്തിനായി വന്നോ? റാങ്ക് ഒക്കെ വെച്ച് നോക്കുമ്പോ ഫസ്റ്റ് ഒക്കെ ഭയങ്കര ബാക്കിലൊക്കെ തന്നെ ആയിരുന്നു. ഒരു വലിയ ബാക്കിലല്ല, 300-400 ആ റേഞ്ച് തന്നെ ആയിരുന്നു. നമുക്ക് പഠിക്കാൻ പറ്റാതിരിക്കും, എക്സാംസ് ഒന്നും നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ കഴിയാതിരിക്കുക, ആ ഒരു റേഞ്ച് ആയിരുന്നു. ഓക്കെ ഓക്കെ. ഒരു ഡെയിലി ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു 1 ഇയർ ഉണ്ടായിരുന്ന ഒരു ഡെയിലി ഒരു പഠന റുട്ടീൻ ഏകദേശം എങ്ങനെയായിരിക്കും പറയുകയാണെങ്കിൽ? സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ റുട്ടീൻ പരമായിട്ട് സംഭവങ്ങളില്ല. എനിക്ക് ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തപ്പോ ഡെയിലി എല്ലാ സിലബസും അന്ന് നിൽക്കുന്ന എല്ലാ സിലബസും ഫുൾ വായിച്ച് നോക്കും. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യും, മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക, ആകെ തന്നെ ആയിരുന്നു. പിന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ റിലാക്സ്ഡ് ആയിട്ടാണ് പഠിച്ചത്. ഇങ്ങനെ ഇഷ്ടമുള്ള ടോപ്പിക് മാത്രം അപ്പം ക്വസ്റ്റ്യൻ ചെയ്യും, ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യും. ടൈമിനനുസരിച്ച് വല്ലാണ്ട് സ്ട്രഗിൾ എടുത്തിട്ടില്ല, സ്ട്രെയിൻ എടുക്കാണ്ട് ഫ്ലോയിൽ അങ്ങനെ പോയി. ഇതില് എപ്പോഴും ഞാൻ ആലോചിക്കണത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സ്ട്രെസ്സാണ്. കാര്യം നമ്മള് എന്താവും അറിയില്ല. നമ്മളെ ലൈഫിലെ ഒരു ചെറുപ്പകാലത്ത് ഒരു 1 ഇയർ നമ്മൾ കളയാണ്. റിസൾട്ട് ഉദ്ദേശിച്ച പോലെ വരുമോ എന്നുള്ള സംശയങ്ങൾ വേറെ, ഫാമിലിന്റെ സ്ട്രെസ് ഉണ്ടെങ്കിൽ അതങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ കുറെ വിഷയങ്ങൾ വരും. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് വരും പഠനത്തില്, സ്വാഭാവികമായിട്ടും വരുന്നുണ്ടാവും. അങ്ങനെ വന്നിരുന്നോ? അതെങ്ങനെ ഡീൽ ചെയ്തിരുന്നേ? എനിക്ക് സ്ട്രെസ് പരമായിട്ട് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളങ്ങനെ കാര്യമായിട്ട് എടുക്കാറില്ല. അങ്ങനെ അതിന്റെ വൈക്ക് പഠിക്കാൻ പറ്റുന്ന സമയം, പഠിക്കാൻ പറ്റാത്ത സമയം, അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഒരു അപ്സ് ആൻഡ് ഡൗൺസ് പലപ്പോഴായിട്ട് വരാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മള് അതിൻ്റെതായിട്ടുള്ള വൈക്ക് വിടുക. 1ാം റാങ്കിൽ നേരെ 700 റാങ്കും 700 നേരെ 1ാം റാങ്കിലേക്കൊക്കെ വരാറുണ്ട് അവിടുത്തെ ടെസ്റ്റ്. പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചിങ്ങനെ പോകുന്ന ഒരു എത്തുമ്പോ ഒരു അവസാനത്തൊക്കെ അവര് ഡെയിലി കണ്ട് എക്സാമുകൾ ചെയ്യുന്നു അല്ലേ? അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം അതേ ഒരു ഫ്ലോയില് നമ്മള് നീറ്റ് ചെയ്താണ് പിന്നെ. അത് ഭയങ്കര ഹെൽപ്ഫുൾ. OMR ഫോർമാറ്റ് തന്നെ. OMR ഫോർമാറ്റ് ഇങ്ങനെ നീറ്റ് അതേ മോഡൽ സെയിം ഷീറ്റും. എനിക്ക് തോന്നുന്നു ഈ ഒരു എക്സാമിന്റെ ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ ബിൽഡപ്പ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ആ ഒരു ഫ്ലോയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഈവൻ എക്സാം നീറ്റ് 4-ാം തീയതി മെയ് 4-ാം തീയതി എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന്റെ നീറ്റ് മെയിൻ എക്സാമിന്റെ തലേന്ന് വരെ അവിടെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ? അതെല്ലാം ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അത് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമ്മൾ അതേ ഫ്ലോയിൽ അങ്ങനെ പോവാണ്. അപ്പോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ അതേ മൈൻഡ് ആയിരിക്കും. ആ ഒരു എക്സാം എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ചിന്തിക്കണം, അതൊക്കെ ഡെയിലി അതുപോലെ ഇങ്ങനെ പോകുമ്പോ നമുക്ക് ആ ഒരു ഇത് വരും, ഫീല് വരും. അവിടുത്തെ സെന്ററിലെ മൊത്തം നടത്തുന്ന എക്സാമുകളില് ടോപ്പ് ഏതുവരെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം വരാൻ പറ്റിയിട്ടുണ്ട്? എനിക്ക് വീക്കിലിക്ക് പലവട്ടം 1ാം റാങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മോഡൽ എക്സാമിന് 6ാം റാങ്കും 8, 9, 10 ആ റാങ്കുകളൊക്കെ വന്നു. മോഡൽ എക്സാം ഉദ്ദേശിക്കുന്നത് അവസാനത്തെ എക്സാം. 10, 20 എല്ലാ റാങ്കും ഒരുവിധ റാങ്കുകളൊക്കെ വന്നിട്ടുണ്ട്. ചോദിക്കട്ടെ, അങ്ങനെ നമ്മള് നീറ്റ് ആ സുദിനം വന്ന് നമ്മള് എക്സാം എഴുതി, ആ എക്സാം എഴുതി കഴിഞ്ഞ് നീ പുറത്തേക്ക് വന്നത് ഞാനുണ്ടായിരുന്നു, എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. നല്ല സ്ട്രെസ്സിലായിരുന്നു അല്ലെ? എല്ലാ കുട്ടികളും ഒന്ന് ഭയങ്കര പേടിച്ചിട്ടായിരുന്നു. നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു ഈ പരിപാടി കയ്യിൽ പോരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എവിടെങ്കിലും കിട്ടുന്ന അറിയാം, എങ്ങനെ പോയാലും ആ ഒരു
ലെവലിലാണ് പഠിച്ചത്. നമ്മൾ അത്രയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത്രക്ക് എത്തി. എങ്ങനെ പാളിപ്പോയാലും എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു വെക്കാൻ മാത്രമുള്ള ഒരു ലെവൽ ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ എന്നാലും ആ ഒരു എക്സാം ഹാളിന് പേടിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ നന്നായിട്ട് പേടിച്ചിരുന്നു. ഭയങ്കര ടഫായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ല അത്ര. ഓക്കെ. ലാസ്റ്റ് മനസ്സിലായത് ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ ഫിസിക്സ് എല്ലാം ഭയങ്കര ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒക്കെ പലതും വായിച്ച് ബയോളജിയുടെ ഒക്കെ ചില ക്വസ്റ്റ്യൻസ് വായിക്കാൻ തന്നെ 1-2 മിനിറ്റ് എടുക്കുന്ന സിനാറിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ. നമ്മള് ബയോളജിയും കെമിസ്ട്രി കഴിഞ്ഞിട്ട് ഫിസിക്സ് എത്തുക. അപ്പം ബയോളജിയും കെമിസ്ട്രി ഒക്കെ കുഴപ്പമില്ല, എന്നാലും ടഫാണ്. പക്ഷെ നമ്മള് അപ്പം വിചാരിക്കും ഫിസിക്സ് ഭയങ്കര എളുപ്പമായിരിക്കും. ഓഫ്കോഴ്സ് ആ ഒരു ലെവലിലാണ് പോയത്. എനിക്ക് 1 മണിക്കൂറേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഫിസിക്സ് അറ്റൻഡ് ചെയ്യാൻ. ഞാൻ തുറന്നു നോക്കിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി പാളി, സംഭവം പരിപാടി പോയി എന്ന് മനസ്സിലായി. പക്ഷെ അവിടെ ഒന്ന് ജസ്റ്റ് കണ്ണടച്ച് റിലാക്സ് ചെയ്ത് പിന്നെ പെട്ടെന്ന് മുന്നന്ന് തുടങ്ങി. ആണ് ഈ കെമിസ്ട്രി പകുതി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാണ്ട് പിന്നെ ബയോളജിയോളം 20 ക്വസ്റ്റ്യനെ വിട്ടിട്ടുണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ ലാസ്റ്റ് 1 മണിക്കൂറിലാണ് ഫുള്ള് ചെയ്യുന്നത്. ടോട്ടലി എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, എത്ര വിട്ടു? ഞാന് ഒരു 3 വിട്ടത്. 3 വിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ബാക്കിയൊക്കെ കാൽക്കുലേഷൻ ഉള്ളതൊന്നും മൊത്തമൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ആ ആദ്യത്തെ കീ വന്നപ്പോ മാർക്കും കുറവായിരുന്നു അല്ലേ? 598 ആയിരുന്നു. 98 ആയിരുന്നു. അപ്പൊ 608 ആയി. 608 ആയി ലാസ്റ്റ് കീ വന്നപ്പോ. ഇന്ന് രാവിലെയാണ് 608 ആയത്. 603 ആയിരുന്നു. ഇന്ന് കൂടി 5 മാർക്ക്. ഇന്ന് നീറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണെന്ന് അറിഞ്ഞിട്ട് ആ സമയത്ത് എന്തായിരുന്നു, എന്ത് റാങ്കാണ് ഫൈൻ പ്രതീക്ഷിച്ചത്? ഞാൻ ഒരു 1000 റേഞ്ചിൽ, ഓൾ ഇന്ത്യ 1000 റേഞ്ചിൽ തന്നെ ആയിരുന്നു പ്രതീക്ഷിച്ചത്. മാറ്റൊന്നും ഏകദേശം അത്യാവശ്യം കൂടി തന്നെയാണ്. 800 ആ റേഞ്ച് ആയല്ലോ. ഓക്കെ. ആ ഒരു ലെവലിൽ നീ പ്രിപ്പയർ ചെയ്തോണ്ട്, ഫൈൻ പ്രിപ്പയർ ചെയ്തോണ്ടായിരിക്കും ആ ഒരു പ്രതീക്ഷ അറൌണ്ട് 1000 എന്നുള്ള. അങ്ങനെ ഈ 800 കണ്ട വഴിക്ക് എല്ലാരും വീട്ടിലൊക്കെ എല്ലാരും ഹാപ്പി ആയി ഞാൻ മനസ്സിലാക്കുന്നു. ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരുവിധപ്പെട്ട ഒരുപക്ഷെ എയിംസ് ഡൽഹി അല്ലാത്ത ബാക്കി സെന്റേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റാങ്ക് ആണെന്ന് തോന്നുന്നു അല്ലെ? അത്യാവശ്യം കിട്ടേണ്ട റേഞ്ചിലാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതൊരു ടിപ്പിക്കൽ സ്റ്റോറി അല്ല. ഇപ്പൊ എനിക്കിപ്പോ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ ഈ പറയുന്ന റാങ്ക് കിട്ടിയാലോ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യേ പഠിച്ചു വരുന്ന ഒരാള്, ഭയങ്കര എല്ലാവർക്കും പ്രതീക്ഷയുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്ന ആള് വന്നിട്ട് ഇത്രയും ഒരു റാങ്ക് കിട്ടുമ്പോൾ എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് തോന്നില്ല. പക്ഷെ ഫഹീം വന്ന വഴി ഈ പറഞ്ഞതൊക്കെയാണ്. ഓക്കെ. ഈ വഴിക്ക് വന്ന ഫഹീമിന് കിനാവ് കാണുന്ന ഒരു കുട്ടീനോട്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ എൻട്രൻസിന് പഠിച്ചാൽ എൻ്റെ കയ്യിൽ ഇത് പോരുമോ, നമുക്കൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയാണോ ഇതെന്ന് ചിന്തിക്കണേ ഒരു കുട്ടീനോട് എന്താ പറയാനുള്ളത്? ചിന്തിക്കണ കുട്ടിനോട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കയ്യിൽ പോരും. അപ്പോൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ടതില്ല. പിന്നെ വർക്ക് ചെയ്യണം, നന്നായിട്ട് വർക്ക് ചെയ്യണം. എന്നാൽ തന്നെ എളുപ്പമല്ല ഒരിക്കലും. അതും ഉണ്ട്, ശ്രദ്ധിക്കുക. വർക്ക് ചെയ്താൽ മതി. പിന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടെ ഉണ്ടാവും. വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ഫ്രണ്ട്സുകൾ കൂടെ ഉണ്ടാവും. എല്ലാ സ്ഥലത്തും നല്ല നല്ല ഫ്രണ്ട്സുകൾ തന്നെ കിട്ടിയിട്ടുണ്ട്. സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ ചുറ്റും ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സപ്പോർട്ട് സിസ്റ്റം നന്നായിട്ടുണ്ട്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രണ്ട്സ് ആവട്ടെ, ഫാമിലി ആവട്ടെ, അവരുടെ സപ്പോർട്ടൊക്കെ, ഫാക്കൽറ്റീസ് ആണെങ്കിലും ഫാക്കൽറ്റീസിന് ഡെഫിനറ്റ്ലി നല്ല രൂപത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി വേണം. കാരണം നമ്മുടെ ഒരു മെന്റൽ കാംനെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താലും അതിന്റെ ഒരു റിസൾട്ട്, ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സാം എഴുതി അപ്പുറത്തേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കാംനെസ്സും നമ്മുടെ ഒരു എന്താ പറയാ മനസാന്നിധ്യം ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതായാലും അത് വളരെ നന്നായിട്ട് തന്നെ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു അവസ്ഥയിൽ ഇനി അങ്ങോട്ട് ഇനിയിപ്പോ അലോട്ട്മെന്റും കാര്യങ്ങളുമാണ്, അതിന് എവിടെ സെന്റർ എന്നുള്ള കാര്യങ്ങളും ഡിസ്കഷനൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അറിയാം. ഏതായാലും ഈ ഒരു പോയിന്റ് ഭയങ്കര ഹാപ്പിനെസിന്റെ പോയിന്റാണ്. നീ ഫഹീം ഒരു ഇതിന്റെ റിസൾട്ട് വരുമ്പോ എടുത്ത ആ ഒരു കാണുന്ന ആദ്യം റാങ്ക് കാണുന്നതിന്റെ ഒരു ഫുട്ടേജ് ഒരു ഫോണിൽ, സാധാ ഫോണിൽ എടുത്ത ഒരു സാധനം കയ്യിലുണ്ട്. ഞാൻ ഇതിന്റെ കൂടെ കഴിയെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം. കാരണം അത്രയും ഒരു എന്താ പറയാ, അങ്ങനെ ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു എന്താ പറയാ ഔട്ട് ബേസ്റ്റ് കാണുന്നത് വളരെ, ഞാൻ ആ വീഡിയോ ഒരുപാട് പ്രാവശ്യം കണ്ടു കേട്ടോ. ഏതായാലും ഒരുപാട് സന്തോഷം. അപ്പോ നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വേറെ എന്തെങ്കിലും പറയണ്ടോ? വേറെ ഇനി കിട്ടാത്തവരോടാണ്, ജസ്റ്റ് മിസ്സിലൊക്കെ പോയതിലോട്
ഒന്നുമായി ട്രൈ ചെയ്യുന്നതിലൊന്നും തെറ്റില്ല. ഇങ്ങനെ അതെ അതെ, ആ അത് never നമ്മൾ it's- നമ്മൾ തെറ്റ് മനസ്സിലാക്കി അത് അടുത്ത കൊല്ലം സോൾവ് ചെയ്താൽ മതി. ടഫാണെങ്കിൽ നല്ലത് തന്നെയാണ് റിപ്പീറ്റേഴ്സിനും ഒക്കെ. അപ്പൊ അതിനെ കുറിച്ചൊന്നും പേടിക്കേണ്ടതില്ല, worried ആവേണ്ടതില്ല. വെറീഡ് ആവേണ്ടതില്ല. ഇറ്റ്സ് നെവർ ലേറ്റ് എന്നാണ് അല്ലേ കാര്യം. ഒരു പ്രാവശ്യം പോയി എനിക്കൊരു വയസ്സും കൂടെ കൂടി ആരും മൈൻഡ് ചെയ്യണം. ബേസിക്കലി നമുക്ക് ആ ഒരു എന്താ പറയാ, ആ ഫയർ നമ്മുടെ ഉള്ളിലുണ്ട്, ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്, എനിക്ക് ഇന്നതാണ് എന്റെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സാഹചര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. അന്നേരം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അതിന് എന്താ പറയാ, ഒരിക്കലും ഹാർഡ് വർക്ക് നമ്മൾ എന്താ പറയാ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല അത്. ആ ഒരു മെന്റൽ കാംനെസ് കൈവരിച്ചുകൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ട് പിന്നാലെ വരും തന്നെയാണ് അല്ലേ. എനിവേ താങ്ക് യു സോ മച്ച് ഈ ഒരു സംസാരത്തിൽ എന്റെ കൂടെ ഇരുന്നതിന്. താങ്ക് യു. ഓക്കെ, ശരി.